എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? അർജന്റീന ഫുട്ബോൾ ടീം അടുത്ത കൊല്ലം കേരളത്തിൽ വരും. കേരളത്തിൽ അവർ 2 മത്സരങ്ങൾ കളിക്കും. ഇയാളിപ്പോ നിൽക്കുന്നത് ഭൂമിയിലോ സ്വർഗത്തിലോ? മെസ്സി കേരളത്തിലേക്ക് വരാൻ സാധ്യത. സംസ്ഥാനത്തേക്ക് കേരളത്തിലേക്ക് അർജന്റീനയുടെ ദേശീയ ടീം വരുന്നത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രി തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമായി നാളെ മാറുകയാണ്. മാത്രമല്ല അർജന്റീനൻ ടീമിനൊപ്പം തന്നെ ഇതിഹാസ താരമായ ലയണൽ മെസ്സി കൂടി കേരളത്തിലേക്ക് എത്തും എന്നുള്ള സൂചനകളാണ് നമ്മൾ ലഭിക്കുന്നത്. എന്തായാലും ഒക്കെ ഞാൻ അറിഞ്ഞു. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സർ. പുലി വരുന്നേ എന്ന് പറഞ്ഞ് ഒടുവിൽ പുലി ഒരു ഭാഗ്യമായി വന്നപ്പോ കരയാ വേണ്ടത്. അടുത്ത വർഷമാകും ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് അർജന്റീനൻ ടീം എത്തുക എന്നുള്ളതും. മാത്രമല്ല നേരത്തെ ഒരു മത്സരം മാത്രമാകും കേരളത്തിൽ കളിക്കുക എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ അങ്ങനെയല്ല, 2 മത്സരങ്ങൾ കേരളത്തിൽ കളിക്കും എന്ന് ഇപ്പോൾ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കേരളം കളിക്കാനുള്ള ക്ഷണം കായിക വകുപ്പ് 1 വർഷം മുൻപാണ് അർജന്റീന ടീമിന് മുൻപിൽ വെക്കുന്നത്. അതിനുശേഷം വളരെ നിർണായകമായി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുവിൽ ആ ക്ഷണം അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ അംഗീകരിച്ചിരിക്കുന്നു. അതിന് പിന്നിൽ കായിക വകുപ്പും കായിക മന്ത്രിയും ഉൾപ്പെടെ നേരിട്ട് അർജന്റീനൻ അധികൃതരെ പലതവണ കാണുകയും പലതവണ പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനൊക്കെ കേൾക്കാത്തതിനേക്കാൾ വലുതാണല്ലോ കാണുന്ന സത്യങ്ങൾ. ആ കൈ ഇങ്ങോട്ട് തന്നെ. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. വോട്ട് മുഴുവൻ നിങ്ങൾക്ക് ഈ മണ്ഡലത്തിലാണോ വോട്ട്? ഞാൻ കള്ളവോട്ട് ചെയ്യും. ഓഹോ. കാരണം മെസ്സിയെ പോലെ ഒരാൾ, ഒപ്പം അർജന്റീനൻ ടീമിനെ പോലെ ഒരാൾ വലിയ കേരളത്തിൽ തന്നെ നേരത്തെ തന്നെ ഈ കേരളത്തിലെ ആരാധന അർജന്റീനയിൽ വരെ എത്തുകയും അതിന്റെ പ്രശസ്തി അവിടെ വരെ എത്തുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ആ സ്പോൺസർഷിപ്പിലൂടെ തന്നെ വലിയ തുക സമാഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് കായിക വകുപ്പിന്റെ നിലവിലെ. നാളിൽ പഠിച്ച ആമയും മുയലിന്റെയും കഥ ഓർമ്മയില്ലേ? പന്തയം വെച്ചപ്പോ അമിതമായ ആത്മവിശ്വാസം കൊണ്ട് മുയലുകളൊന്നും ഉറങ്ങിപ്പോയി. ആമ സ്വയം പ്രയത്നിച്ച് മുന്നേറി. ഇവിടെയും അതാണ് സംഭവിച്ചത്. കൂവിയാലോ? ഇനി നമ്മൾ ഇവിടെ നിന്ന് കൂവിട്ട് എന്താണ് കാര്യം? അതെ, കാര്യമുണ്ട്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണല്ലോ. നമുക്ക് കൂവി പ്രതിഷേധിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. കൈ മാറ്റേ. താങ്ക് യു. തൽക്കാലം ഇത്രയും മതി. എന്നാ ഞങ്ങൾ വരാം. ഓക്കെ. ഓ താങ്ക്സ് വേണ്ട, ഒരു മാനേജേഴ്സ് ഒക്കെ വേണ്ടേ? താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.